ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓഫർ ഓഹരി. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളിന്ന് കാലത്ത് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിഫ്റ്റിയുടെ ഓപ്ഷൻസിലെ ലെവൽ കൊടുത്തിരുന്നു. ആ ലെവൽ ഇന്ന് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ കൊടുത്തിരുന്നത് 24,850 കോൾ ഓപ്ഷൻ്റെ ലെവലും പുട്ട് ഓപ്ഷൻ്റെ ലെവലാണ് കൊടുത്തിരുന്നത്. അപ്പോൾ 850 കോൾ ഓപ്ഷനിൽ നമ്മൾ 181.15 150.95 ഈ രണ്ട് ലെവൽസാണ് കൊടുത്തിരുന്നത്. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് ഈ ലെവൽസ് കൊടുത്തിരുന്നു. ഇനി നമുക്ക് ഈ ലൈവ് മാർക്കറ്റിൽ ഈ ലെവൽസ് വെച്ച് നമുക്ക് എങ്ങനെയാണ് ട്രേഡ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇപ്പോൾ മാർക്കറ്റ് ഈ ലെവൽസിൻ്റെ ഉള്ളിലാണ് ട്രേഡ് നടക്കുന്നത്. ഓക്കെ, നമുക്കിവിടെ ഒരു പിൻ ബാർ ഫോം ചെയ്തിട്ടുണ്ടോ? നമുക്ക് നല്ലൊരു പിൻ ബാർ ഫോം ചെയ്തിട്ടുണ്ട്. അതായത് നമുക്കറിയാം സപ്പോർട്ടിൽ ടച്ച് ചെയ്ത് ഒരു പിൻ ബാർ ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു ട്രെൻഡ് റിവേഴ്സലിനെയാണ് സാധാരണ കാണിക്കാറ്. അപ്പോൾ നമുക്കിവിടെ ഒരു ട്രെൻഡ് റിവേഴ്സൽ ഇവിടെ വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്യുന്നതനുസരിച്ച് ബൈ എടുക്കാം. ഇതിൻ്റെ ലോയ്ക്ക് താഴെ നമുക്ക് സ്റ്റോപ്പ് ലോസ് ഇടാം. പിന്നെ നമ്മൾ ടാർഗറ്റ് നമ്മൾ പറഞ്ഞ പോലെ 1:2 നമുക്ക് ടാർഗറ്റും വയ്ക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ലോങ് പൊസിഷൻ ടൂൾ എടുത്തിട്ട് ഈ ഒരു ലെവൽ 1:2 എന്ന് പറയുമ്പോൾ ഈ ഒരു ലെവലാണ് നമുക്ക് ടാർഗറ്റ് വരുന്നത് കേട്ടോ. ഇവിടെ നമുക്ക് ടാർഗറ്റ് കാണാവുന്നതാണ്. ഇത് നമുക്ക് നോക്കാം. കാരണം അടുത്ത ക്യാൻഡിൽ തന്നെ നമ്മൾ ഓൾമോസ്റ്റ് ആ ലെവൽ ബ്രേക്ക് ചെയ്ത് ടാർഗറ്റിൻ്റെ അടുത്തെത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ ഇവിടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ടോ? ഇവിടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തു. മാർക്കറ്റ് വീണ്ടും താഴേക്ക് വരാണ്. വീണ്ടും ആ ഒരു ബൈ ലെവൽ നമ്മുടെ ബൈ ലെവൽ ടച്ച് ചെയ്ത് വീണ്ടും മാർക്കറ്റ് ടാർഗറ്റ് ഹിറ്റ് ചെയ്തുകൊണ്ടാണ്. വീണ്ടും ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഉണ്ടോ? വീണ്ടും ഇവിടെ ഒരു പിൻ ബാർ ഫോം ചെയ്തിട്ടുണ്ടോ? ഈ ഒരു ലെവലിൽ പിൻ ബാർ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് വേണമെങ്കിൽ വീണ്ടും ഈ ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ ബൈ എടുക്കാവുന്നതാണ് കണ്ടോ. അപ്പോൾ നമുക്ക് സ്റ്റോപ്പ് ലോസ് വീണ്ടും താഴേക്ക് കൊണ്ടുവരാം. ഇതിൻ്റെ ലോയ്ക്ക് താഴെ സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. ഈ പിൻ ബാർ ഹൈ ബ്രേക്ക് ചെയ്യുമ്പോഴാണ് എൻട്രി വരുന്നത്. ഇവിടെയാണ് ടാർഗറ്റ്. അതും ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അടുത്ത ട്രേഡിൽ തന്നെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടെ നമുക്ക് വന്നിരുന്നത് 2 തവണ നമ്മൾ സപ്പോർട്ടിൽ ടച്ച് ചെയ്തിട്ട് ഒരു പിൻ ബാർ ഫോം ചെയ്തുകൊണ്ടോ. ഇവിടെയും ഫോം ചെയ്തു, ഇവിടെയും ഫോം ചെയ്തു. അപ്പോൾ നമുക്ക് പിൻ ബാർ അങ്ങനെ സപ്പോർട്ട് ടച്ച് ഫോം ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് ബൈ എടുക്കാവുന്നതാണ്. ആ പിൻ ബാറിൻ്റെ തൊട്ട് താഴെയായിട്ട് നമുക്ക് സ്റ്റോപ്പ് ലോസ് വയ്ക്കാവുന്നതാണ്. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മളൊരു സ്റ്റോക്സ് ഇന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു, മാരിക്കോ എന്ന് പറഞ്ഞ സ്റ്റോക്സ്. അപ്പോൾ മാരിക്കോ നമ്മൾ കൊടുത്തിരുന്നത് ആ ഒരു സ്റ്റോക്സ് 693.50 ഉള്ളപ്പോഴാണ് നമ്മൾ 690, 689, 50 ലെവൽ കൊടുത്തിരുന്നത്. അതിന് ചാർട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇത് മാരിക്കോയുടെ ചാർട്ടാണ്. നമ്മൾ ഏകദേശം ഈ ഒരു ലെവലൊക്കെ ഉള്ളപ്പോഴാണ് കൊടുത്തിരുന്നത്. അതിനുശേഷം മാർക്കറ്റ് ഈ ഒരു റെസിസ്റ്റൻസ് ടച്ച് ചെയ്ത് നിന്നിരുന്നു. അതിനുശേഷം വീണ്ടും താഴേക്ക് വന്നു. എക്സാക്റ്റ് നമ്മുടെ 690, 689, 50 ആ ലെവൽ കണ്ടോ. അതായത് 1 മണിക്കാണ് ടച്ച് ചെയ്തിരുന്നത്. നമ്മളിത് കൊടുത്തിരുന്നത് 10:41 നമ്മൾ ഈ ഒരു ലെവൽസ് കൊടുത്തിരുന്നുണ്ട്. 10:41 കൊടുത്ത ലെവൽസാണ്. എക്സാക്റ്റ് ആ ലെവലിൽ ടച്ച് ചെയ്തു. അവിടെ ഒരു പിൻ ബാർ ഉണ്ട് ഫോം ചെയ്തുകൊണ്ടോ. കറക്റ്റ് ഒരു പിൻ ബാർ വന്നു. അപ്പോൾ നമുക്ക് വരുമ്പോൾ ഈ ഒരു പിൻ ബാറിൻ്റെ ഹൈ ബ്രേക്ക് ഔട്ട് ചെയ്യുമ്പോൾ ബൈ എടുക്കുന്ന പോലെ ചെയ്യാം. അതിനാണ് പിൻ ബാറിൻ്റെ താഴെ, അതായത് ഈ സപ്പോർട്ടിന് താഴെ സ്റ്റോപ്പ് ലോസ് കാണാം. അപ്പോൾ ഇവിടെ നമ്മൾ ലോങ് പൊസിഷൻ എടുക്കുകയാണ്. ഇവിടെ ഈ ഒരു പിൻ ബാറിൻ്റെ താഴെ നമ്മൾ സ്റ്റോപ്പ് ലോസ് കാണാം. നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് 1:2 ആണ്. ഓക്കെ, അപ്പോൾ 1:2 ഈ ഒരു ലെവലാണ് കണ്ടോ. അതിനുശേഷം ആ ഒരു ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റ് താഴേക്ക് വന്നത് കണ്ടോ. വീണ്ടും നമ്മുടെ ഇവിടെ കാണാൻ സാധിക്കും ആ ഒരു ലോ, അത് നമ്മുടെ പിൻബാറിൻ്റെ ലോ ബ്രേക്ക് ചെയ്തിട്ടില്ല. അതിന് വീണ്ടും കട്ട് ചെയ്തിട്ട് വീണ്ടും നമ്മുടെ റെസിസ്റ്റൻസിൽ ഒന്ന് ടച്ച് ചെയ്യാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ കണ്ടു പിൻബാർ ഫോം ചെയ്തതിന് ശേഷം നമുക്ക് 2 എൻട്രിയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ തന്നെ നിങ്ങൾ ഇങ്ങനെ സപ്പോർട്ടും റെസിസ്റ്റൻസും മാർക്ക് ചെയ്യാം. എന്നിട്ട് എപ്പോഴാണ് ആ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസിൽ ക്യാൻഡിൽസ് ടച്ച് ചെയ്യുന്നത്, അപ്പോൾ ആ ഒരു ക്യാൻഡിൽസിൻ്റെ ഹൈ മാർക്ക് ചെയ്തിട്ട് ആ ഒരു ഹൈ ബ്രേക്ക് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ബൈ എടുക്കാവുന്നതാണ്. അതിന് ലോയ്ക്ക് താഴെ സ്റ്റോപ്പ് ലോസ് ഇടാവുന്നതാണ്. പിൻബാറൊക്കെ ആണെങ്കിൽ കൂടുതൽ നല്ലതാണ് സപ്പോർട്ട് ടച്ച് ചെയ്ത് ഫോം ചെയ്യുകയാണെങ്കിൽ, കാരണം അതൊരു ട്രെൻഡ് റിവേഴ്സിലാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ആ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ടെലിഗ്രാം ചാനൽ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് വഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ ആദ്യം നിങ്ങൾ കുറച്ച് ദിവസം പേപ്പർ ട്രേഡ് ചെയ്ത് നോക്കാം. ആ പേപ്പർ ട്രേഡ് ചെയ്ത് നിങ്ങൾക്ക് വർക്കിംഗ് ആണെങ്കിൽ മാത്രം നിങ്ങൾ റിയൽ ട്രേഡ് ട്രൈ ചെയ്താൽ മതി. ഓക്കെ,
അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് നല്ല സ്ട്രാറ്റജീസ് വീഡിയോസ് ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും അടുത്ത ദിവസം വരാം. അതുവരെ നന്ദി, നമസ്കാരം.